നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. തമ്മിലടിയല്ല തിരഞ്ഞെടുപ്പ്. സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് കാൽവയ്ക്കുന്ന കോൺഗ്രസിന് ശക്തമായ സന്ദേശവുമായി AK ആന്റണി. തിരഞ്ഞെടുപ്പ് തമ്മിലടിയാകരുത്. പരമാവധി സ്ഥാനങ്ങളിൽ സമവായത്തിലൂടെ നേതാക്കളെ കണ്ടെത്തണമെന്നാണ് ആഗ്രഹം. പുതിയ തലമുറയ്ക്ക് കൂടുതൽ അവസരം നൽകണമെന്നും ആന്റണി. മുതിർന്ന നേതാവിന്റെ സന്ദേശം ഹൈക്കമാൻഡ് പക്ഷത്തുനിന്ന് തലമുറ മാറ്റത്തിന്റെ കാഹളമുയർന്നതിന് തൊട്ടു പിന്നാലെ കർണാടകത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിനെ മാറ്റി പകരം KC വേണുഗോപാലിനെ നിയോഗിച്ചത് ഇന്നലെ രാത്രി. PC വിഷ്ണുനാഥിനെ AICC സെക്രട്ടറിയാക്കിയും പാർട്ടിയിൽ ന്യൂ ജനറേഷൻ പരീക്ഷണം. അതിനിടെ സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് ചുവടുവയ്പ്പിന് വേഗം കൂട്ടി അംഗത്വ വിതരണത്തിന് ഇന്ന് തുടക്കം. പാർട്ടിയിലേക്ക് അംഗങ്ങളെ ചേർക്കാൻ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന സമയപരിധി മെയ് 15 വരെ. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി പരമാവധി സ്ഥാനങ്ങളിൽ സമവായത്തിലൂടെ ഭാരവാഹികളെ കണ്ടെത്താൻ തന്നെ ശ്രമം. കൊലയ്ക്കും മരണത്തിനുമിടയിൽ. കോടനാട് കൊലയ്ക്ക് പിന്നിൽ ജയലളിതയുടെ രഹസ്യ സമ്പാദ്യങ്ങളുടെ രേഖകൾ കൈക്കലാക്കാനുള്ള ഗൂഢാലോചനയെന്ന നിഗമനം ബലപ്പെടുന്നതായി റിപ്പോർട്ട്. കേസിലെ ഒന്നാം പ്രതിയുടെ അപകട മരണവും രണ്ടാം പ്രതിക്കുണ്ടായ അപകടവും യാദൃശ്ചികമല്ലെന്ന് വിലയിരുത്തൽ. സംശയം ബലപ്പെട്ടതോടെ കേസന്വേഷണം കൂടുതൽ കുരുക്കിലേക്ക്. ജയലളിതയുടെ വേനൽക്കാല വസതിയായിരുന്ന കോടനാട് എസ്റ്റേറ്റിലെ കാവൽക്കാരൻ ഓം ബഹാദൂർ കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ 24-ന്. സംഭവത്തിൽ പിടിയിലായ കനകരാജും സൈനും അന്നു തന്നെ പുറത്തിറങ്ങിയത് ഉന്നത രാഷ്ട്രീയ സ്വാധീനം കാരണം. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പ്രതികൾ വാഹനാപകടങ്ങളിൽപ്പെട്ടതും ചുരുളഴിയാത്ത ദുരൂഹത. ജയയുടെ മുൻ ഡ്രൈവറായ കനകരാജ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രി സേലത്തിനു സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ. രണ്ടാം പ്രതി സൈന് അപകടം സംഭവിച്ചത് ഇന്നലെ പുലർച്ചെ പാലക്കാട് കണ്ണാടി ദേശീയപാതയിൽ. ഗുരുതരമായി പരിക്കേറ്റ സൈൻ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ. അതേസമയം കാറിലുണ്ടായിരുന്ന സൈന്റെ ഭാര്യയും മകളും മരിച്ചത് അപകടത്തിലല്ലെന്ന് പോലീസ് നിഗമനം. ഇരുവരെയും കാറിൽ വെച്ച് നേരത്തെ കൊലപ്പെടുത്തിയ ശേഷം നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചുകയറ്റി സൈൻ ആത്മഹത്യാ ശ്രമം നടത്തിയതായി സംശയം. രേഖയിലെ കയ്യേറ്റ രഹസ്യം. മൂന്നാർ ഒഴിപ്പിക്കലിൽ സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി അനധികൃത കയ്യേറ്റം സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിച്ച സർക്കാർ. കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും നൽകാൻ റവന്യൂ വകുപ്പിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ദിവസം മുഴുവൻ നീളുന്ന സർവകക്ഷി യോഗം മെയ് 7-ന്. വൻകിട ചെറുകിട കയ്യേറ്റക്കാരുടെ പേര് വിവരം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റവന്യൂ വകുപ്പ് വിശദ റിപ്പോർട്ട് നൽകേണ്ടത് ഒരാഴ്ചയ്ക്കകം. ഇതിനിടെ വൻകിട കയ്യേറ്റങ്ങളുടെ പട്ടിക തയ്യാറാക്കിയതിൽ മന്ത്രി MM മണിയുടെ സഹോദരൻ ലംബോദരൻ ചിന്നക്കനാലിൽ നടത്തിയ കയ്യേറ്റവും. കയ്യേറ്റം ഒഴിപ്പിക്കലിൽ അനന്തര നടപടികൾ സർവകക്ഷി യോഗത്തിനു ശേഷം. പാറമേക്കാവിന് പ്രതിഷേധ പൂരം. പരമ്പരാഗത വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂർ പൂരം ചടങ്ങു മാത്രമാക്കി ഒതുക്കുമെന്ന് പാറമേക്കാവ്. പൂരത്തിന് വലിയ പടക്കങ്ങൾ ഉപയോഗിക്കാൻ ഇതുവരെ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ നിർണായക തീരുമാനം നാളെ. ശിവകാശി പടക്കങ്ങൾ ഉപയോഗിച്ച് പൂരം നടത്താനില്ലെന്ന് ദേവസ്വം സെക്രട്ടറി. പൂരം ചടങ്ങ് മാത്രമാക്കിയാൽ ഇലങ്ങിത്തറ മേളത്തിൽ നിന്നും കുടമാറ്റത്തിൽ നിന്നും വിട്ടുനിൽക്കും. വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ പാറമേക്കാവിൽ കൊടിയേറ്റം നടന്നതും ആഘോഷങ്ങളില്ലാതെ. പുറത്തെഴുന്നള്ളിപ്പിന് ഉണ്ടായിരുന്നത് ഒരാന മാത്രം. അതേസമയം നിയമം അനുവദിക്കുന്ന പടക്കങ്ങൾ ഉപയോഗിച്ച് പൂരം നടത്തുമെന്ന് തിരുവമ്പാടി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.